യൂറോപ്പിന്റെയും ലാറ്റിൻ അമേരിക്കയുടെയും അപ്രമാദിത്യം അവകാശപ്പെടുന്ന ലോക ഫുട്ബോൾ മൈതാനത്തിൽ ഇത്തവണ ആഫ്രിക്കൻ ടീമുകളും കിരീടത്തിന് അർഹതയുള്ള കരുത്തരുടെ നിരയിലേക്ക് ഉയരുകയാണ്. ഒരു ദശാബ്ദത്തിന്റെ കഥ പറയാനുണ്ട് ആ ദേശക്കാർക്ക് ഫുട്ബോൾ ലോകകപ്പിൽ. പട്ടിണിയും പരിവട്ടവും യുദ്ധം വിതച്ച ഓർമ്മകളും പേറി അവർ ലോക ഫുട്ബോൾ മാമാങ്കത്തിന് എത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പല ലോകകപ്പിലും അവർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവാനായിരുന്നു അവരുടെ വിധി ഏറെയും. എന്നാൽ ഇങ്ങ് 2026 ലോകകപ്പിൽ ആഫ്രിക്കയുടെ കരുത്തും ലോകം അറിഞ്ഞതാണ്. 2022 ഖത്തർ ലോകകപ്പിൽ മൊറോക്കോ സെമിഫൈനലിൽ എത്തിയപ്പോൾ അത് ആഫ്രിക്കൻ വൻകരയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടമായിരുന്നു. എങ്കിലും ചരിത്രത്തിൽ ആദ്യമായി 10 ആഫ്രിക്കൻ ടീമുകൾ പങ്കെടുത്ത ഇത്തവണത്തെ ലോകകപ്പിൽ ടുണീഷ്യ ഒഴികെയുള്ള 9 ടീമുകളും ഇത്തവണ റൗണ്ട് ഓഫ് 32 എത്തി ചരിത്രം കുറിച്ചു. എന്നാൽ അതിൽ മൊറോക്കോ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത് മാത്രമാണ് ആഫ്രിക്കൻ വൻകരയുടെ പ്രതീക്ഷ. ഖത്തറിൽ മൊറോക്കോ നടത്തിയ ആ അപരാജിത കുതിപ്പ് ലോകം ഒന്നടങ്കം കണ്ടു നിന്നതാണ്. ഇത്തവണ ആദ്യ കളിയിൽ ബ്രസീലിനെതിരെ മൊറോക്കോ ഇറങ്ങിയപ്പോൾ അവർ വീണ്ടും ഒരു ചരിത്രം കുറിച്ചു. മറുനാട്ടിൽ ജനിച്ച 11 പേരുമായി കളിച്ച ആദ്യ ടീമും മൊറോക്കോയായിരുന്നു. മൊറോക്കൻ ടീമിലെ ഭൂരിഭാഗം പേര് ജനിച്ചതും വളർന്നതും എല്ലാം ഫ്രാൻസിലും സ്പെയിനിലും നെതർലാൻഡ്സിലുമാണ്. കാൽപന്ത് കളിയുടെ മഹാവേദിയിൽ മൊറോക്കോ ആദ്യമായി പന്ത് തട്ടുന്നത് 1970 മെക്സിക്കൻ ലോകകപ്പിലായിരുന്നു. പിന്നീട് അവർ പല ലോകകപ്പിലുകളിലായി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മടങ്ങാനായിരുന്നു അവരുടെ വിധി. എന്നാൽ ഖത്തറിൽ വിരിഞ്ഞ മൊറോക്കോൻ വസന്തം അമേരിക്കയിലും വീശുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ക്വാർട്ടറിൽ ഫ്രാൻസിനെ നേരിടുന്ന മൊറോക്കോ കഴിഞ്ഞ ലോകകപ്പ് സെമിയിൽ കണക്കു തീർക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ജർമ്മനി, പോർച്ചുഗൽ, ബെൽജിയം, നെതർലാൻഡ് ടീമുകളെ പിന്നിലാക്കി ലോക റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്താണ് നിലവിൽ മൊറോക്കോ.